നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് വിമൽ മാത്യു ഉപ്പുകണ്ടത്തിൽ. അദ്ദേഹം നെല്ലിക്കാമ്പൊയിൽ സ്വദേശിയാണ്. അദ്ദേഹത്തെ ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി ഒരു പത്രവാർത്ത നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടു. വായ്പയെടുത്ത്, ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കുറേ തുക അടച്ചു. അതിനുശേഷം വീണ്ടും പലിശയും വീണ്ടും കൂട്ടുപലിശയും ഒക്കെ ആയി അവർക്ക് അടക്കാൻ കഴിയാതെ, ഒരു കുടുംബത്തിന് ആ ലോൺ അടക്കാൻ കഴിയാതെ വന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇരിട്ടി ഗ്രാമദീപം എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയും മറ്റു തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ എല്ലാം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ തുക ശേഖരിക്കുകയും ബാങ്കിലേക്ക് ആവശ്യമായ ആ തുക അടച്ചു തീർത്ത് ആ കുടുംബത്തെ വലിയൊരു കടക്കെണിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്ത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. അതുമാത്രമല്ല, കുറേ കാലമായി ഈ നിലയിലുള്ള സാമൂഹ്യ സേവന രംഗത്ത് വളരെ ശ്രദ്ധേയനായി പ്രവർത്തിക്കുന്ന ഒരു ടീമിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. ആരെ സഹായിച്ചു, എങ്ങനെ സഹായിച്ചു എന്നൊന്നും ഇവർ ഇതുവരെയും വെളിപ്പെടുത്തുകയുമില്ല. പക്ഷേ നിരന്തരമായി സമൂഹത്തിൽ ഇങ്ങനെ സഹായങ്ങൾ, സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് വിമൽ മാത്യു ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത ഇന്നും കണ്ടു. ഒരു കുടുംബത്തിൻ്റെ വായ്പ കുടിശ്ശിക അടച്ചു തീർത്ത് ആ കുടുംബത്തെ വലിയൊരു കടക്കണിയിൽ നിന്ന് രക്ഷിച്ചു. എന്താണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ കാരണം? ഇതിൻ്റെ ഒരു പ്രചോദനം എന്താണ്? ഇരിട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മ 2018 ജൂൺ 2-നാണ് ആരംഭിച്ചത്. ഈ കൂട്ടായ്മയുടെ രക്ഷാധികാരിയായിട്ടുള്ളത് സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. അദ്ദേഹത്തിൻ്റെ കരുതൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു കുട്ടിയുടെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പഠന സഹായത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ കുടുംബം ജപ്തിയിലാണെന്നും ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു കാര്യം വന്നത്. ആ ഒരു ജപ്തിയിൽ തുടങ്ങി ഇന്നിപ്പോൾ ആ ജപ്തിയുടെ ക്ലിയറൻസ് തുടങ്ങി ഇന്നിപ്പോൾ 30ഓളം കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലാണേലും പത്രത്തിലാണേലും വന്നത് ഒരു 5-6 എണ്ണം മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ സൈലൻ്റാക്കി വെച്ചേക്കാണ്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ, ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടായിരുന്നു ആ വീട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അവർ വഴിയോരത്ത് എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ഭയങ്കര ഒരു സങ്കടം, അവരുടെ കരച്ചിൽ അത് കണ്ട് ഞാൻ തന്നെയാണ് പോയത്. അപ്പം ഞങ്ങൾക്കാണേലും അത് എൻ്റെ കൂടെ വന്ന ഡ്രൈവറിനാണേലും ഈ പറഞ്ഞ രീതിയിൽ അത് കണ്ടു നിൽക്കാനായില്ല. വണ്ടിയൊന്നും പോവുകയില്ല. അതുപോലെ തന്നെ നടന്ന വഴിയാണ്, ഒത്തിരി ദൂരം നടന്നൊക്കെ പോയി. അപ്പം ആ ഒരു വീട്ടിൽ തുടങ്ങിയ ഒരു സംഗതിയാണ്. പിന്നെ അത് ഓരോരുത്തർ നമ്മളായിട്ട് സമീപിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള സംഗതി വന്നു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ളതാണ്. അത് ഏറ്റവും ടോപ്പസ്റ്റ് തുക 9,65,000 വരെ പോയിട്ടുണ്ട്. 87,848 മുതൽ 9,65 വരെ നമ്മൾ പോയിട്ടുണ്ട്. ഇത്തരം സഹായങ്ങൾ ആവശ്യമുള്ളവരെ എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടായ്മ കണ്ടെത്തുന്നത്? അതല്ല, ആവശ്യമുള്ളവർ നിങ്ങളെ സമീപിക്കുന്നതാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? എങ്ങനെയാണ് കൂടുതലായിട്ടും നമ്മുടെ അടുത്തോട്ട് വരുന്നത്? ഒന്ന് നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മത പുരോഹിതന്മാരുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ട്. അങ്ങനെ പലരും പല രീതിയിലുള്ള ആളുകൾ, നേതാക്കന്മാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലുടനീളം കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ആഹാര കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എഡ്യൂഗ്രാമയുടെ ഭാഗമായിട്ട് ഒരു ശരാശരി ഒരു 2000 കുട്ടികൾക്കോളം നമ്മൾ ബാഗും ബുക്കും ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുടെ വീടുകളിൽ ചെല്ലുമ്പോഴാണേലും ഇന്ന ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്, അവരിന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുകയാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും വലിയൊരു പ്രോഗ്രാം വെച്ച് അതിലൂടെയല്ല കൊടുക്കുന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ ചെന്നിട്ട് വളരെ സൈലൻ്റായിട്ട് കയറി കൊടുക്കുന്ന ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും, അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. ഇതിൽ ഈ കൂട്ടായ്മയിൽ, ഗ്രാമദീപം എന്ന് പറയുന്ന കൂട്ടായ്മയിൽ എത്ര അംഗങ്ങളുണ്ട്? ആരൊക്കെയാണ് അതിൻ്റെ അഡ്മിൻ പാനൽ? ഇതിന് നേതൃത്വം കൊടുക്കുന്നവരാരൊക്കെയാണ്? ഗ്രാമദീപത്തിൻ്റെ അഡ്മിൻ പാനലിൽ വരുന്നത് ടോട്ടലി ഒരു 11 പേരോളം ഉണ്ട്. അതിനകത്ത് മെയിനായിട്ടും ഈ ഓൺലൈൻ, അതായത് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ജ്യോതി ജോൺ, അതുപോലെ തന്നെ ജിൻസൺ, പിന്നെ ബൈജു വലിയോളം, അതുപോലെ തന്നെ മഞ്ജു സാബു, അങ്ങനെ കുറച്ച് പേരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സജിത്ത് ഭായ് ഉണ്ട്, ഇവിടുത്തെ ഈ നാട്ടുകാരനാണ്, ഭയങ്കരനാണ്. അങ്ങനെ കുറച്ച് പേരാണ് ഇതിനകത്ത് നിലവിലിപ്പം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഷിൻഡോ മൂക്കനോലിയുണ്ട്,
അങ്ങനെ കുറച്ച് പേര് വേറെയുണ്ട്. പക്ഷേ അവർക്കൊക്കെ അവരുടെ ജോലിപരമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് അവർ മാറി നിൽക്കുകയാണ്. അത് അവർക്ക് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലോൺ അടച്ചു തീർക്കണം, ചിലപ്പോൾ അതൊരു ലക്ഷങ്ങളുടെ ബാധ്യതയായിരിക്കും, അല്ലെങ്കിൽ ഒരു വീടെടുത്തു കൊടുക്കണം. ഇന്നത്തെ നിർമ്മാണ സാമഗ്രികളുടെ വിലയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇതിൻ്റെ ഫണ്ടും ഇതിൻ്റെ മെറ്റീരിയലുകളൊക്കെ നിങ്ങൾ ഈ കൂട്ടായ്മ വഴി സമ്പാദിക്കുന്നതിന് ഏത് തരത്തിലുള്ള മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ മെയിനായിട്ടും പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് ആണ് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്. കാരണം വെച്ചാൽ ഇത് ഈ തന്നവർക്കാണെങ്കിലും ആർക്കെങ്കിലും ചിലർക്കൊക്കെ ചെറിയ സംശയമൊക്കെ തോന്നും, ആദ്യമായിട്ട് തരുന്നവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആർക്കാണ് കൊടുത്തതെന്നുള്ള ജസ്റ്റ് അവർക്ക് പുറത്ത് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശത്തിൽ നമ്മൾ അവർക്ക് പേഴ്സണലായിട്ട് കൊടുക്കാറുണ്ട്. അത് അപൂർവത്തിൽ 100 പേര് വരുമ്പോൾ അതിനകത്ത് 2-3 പേർക്കേ ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നം. അപ്പം ഇത് ക്രൗഡ് ഫണ്ടിങ് ആണ് മെയിനായിട്ടും. പിന്നെ കുര്യൻ ജോസ് സാറിൻ്റെ കെയർ ഓഫിലാണെങ്കിലും ഒരു 4ഓളം ട്രസ്റ്റുകളുണ്ട്. സോഷ്യൽ വിഷൻ ഉണ്ട് ഡൽഹിയിൽ, അതുപോലെ തന്നെ ശാന്തിനികേതൻ ആൻസി മാഡത്തിൻ്റെ ഉണ്ട്. സോഷ്യൽ വിഷൻ സിജോ ബ്രദറിൻ്റെ ആണ്. അതുപോലെ ദിവ്യരക്ഷാലയം തൊടുപുഴയിൽ ടോമി ബ്രദറിൻ്റെ ഉണ്ട്. അതുപോലെ അമലഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഹെഡ് മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ വഴി ഇവരാണൊക്കെ നമുക്ക് മെയിനായിട്ടും ഫണ്ടുകൾ ചില കാര്യങ്ങൾക്ക്, അതായത് ജപ്തി, അങ്ങനെ വിവാഹം ഒക്കെ വലിയ എമൗണ്ട് വരുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഈ ട്രസ്റ്റുകൾ വഴിയൊക്കെയാണ് നമ്മളെ സഹായിക്കാറുള്ളത്. ഇരിട്ടി ഗ്രാമദീപം ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ സ്നേഹ വീടുകൾ 3 എണ്ണമാണ് ഇതിനോടകം പണിതിട്ടുള്ളത്. ആദ്യത്തെ ഉളിക്കൽ അറബിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഐരാണിത്തറ ജോയിച്ചേട്ടനാണ്, അദ്ദേഹമാണ് എനിക്ക് ആ ഒരു വീട് പണിയാൻ സ്ഥലം തന്നത്. അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ തന്നെ 2ാമത്തെ വീട് കോട്ടയം ഇരുവിച്ചിറ എന്ന സ്ഥലത്താണ് പണിത്. അത് കുളത്തിങ്കൽ വക്കച്ചായനാണ്. വക്കച്ചായനും മരിച്ചുപോയി. ഇപ്പോൾ 3ാമത്തെ വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലം ഓൺ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. ഈ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയ്ക്ക് പുറമെ നിങ്ങൾ യോഗങ്ങളൊക്കെ ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന പരിപാടിയുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ യോഗങ്ങൾ ചേർന്ന് ആദ്യമേയൊക്കെ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ പലർക്കും പല അഭിപ്രായമാണ്. ഇന്ന ആൾക്ക് കൊടുത്താൽ മതി, അല്ലെ ഇന്ന ആൾക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്താണെങ്കിലും ആവശ്യക്കാരനെ ദൈവം നമ്മുടെ മുന്നിൽ തരും. അതുപോലെ തന്നെ അതിനുള്ള മാർഗ്ഗങ്ങളും തരും. അതാണ് ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കരുതൽ, ഇടപെടൽ. ഇപ്പം കഴിഞ്ഞ ദിവസം മുണ്ടാനത്തെ വീടിൻ്റെ കാര്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തന്നെ ആ മെറ്റീരിയൽ കോസ്റ്റിനുള്ള എമൗണ്ട് കിട്ടി. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിലും പണി ചെയ്യുന്ന കുമാരേട്ടൻ, അല്ലെങ്കിൽ പിന്നെ ഫിലിപ്പ് ചേട്ടൻ, ഇവരൊക്കെ അത് ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നത്. ആൻഡോ ചേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട് അതിനകത്ത്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഞങ്ങളുടെ ഈ പദ്ധതികളിലെല്ലാം ഉണ്ട്. ഗ്രാമദൈവത്തിൻ്റെ ഉണ്മയിലേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്തുന്നത്, അല്ലെങ്കിൽ എൻക്വയറി നടത്തുന്നത് ആ ഇടവക വികാരി, അതുപോലെ വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ്. അപ്പോൾ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് ഒരു എൻക്വയറിയിൽ ഒരു പാളിച്ച വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രമേലൊരു 7 സ്റ്റെപ്പ് എൻക്വയറി നടത്തും. അത് തൊട്ടരുവിധത്തിലുള്ള അയൽവാസികളോട് ചോദിക്കില്ല, ഒരു 4-5 വീട് മാറിയൊക്കെ ചോദിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൗണ്ടിലൊക്കെ നന്നായിട്ട് അന്വേഷിച്ച് ഫിൽട്ടർ ചെയ്ത് ആണ് ഇത് ആളെ തീരുമാനിക്കുന്നത്, അവിടെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ വരുന്നത്. ഇതാണ് നിരവധി കുടുംബങ്ങൾക്ക്, അതായത് പലതരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, കടബാധ്യത കൊണ്ട് വീടില്ലാതെ, പഠന സഹായത്തിന് അതില്ലാതെ, ലഭ്യതയില്ലാതെ ഒക്കെ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി മാതൃകാപരമായ ഒരു പ്രവർത്തനം ഈ കൂട്ടായ്മ നടത്തുകയാണ്. ഗ്രാമദീപം എന്ന് പറയുന്ന കൂട്ടായ്മ. ഇതിനകം തന്നെ നിരവധി പേർക്ക് സഹായം കിട്ടിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ കാലത്ത് സാമൂഹ്യ സേവനം, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. പണം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിലാണ് മാതൃകാപരമായി ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. അവരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമൽ മാത്യുവിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ ഗ്രാമദീപത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.